ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന FSO കെമിസ്ട്രിയുടെ ഒരു ചോദ്യ അവലോകനമാണ്. നമ്മുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ മാർക്കൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ നമുക്ക് ഒരു 3-4 ചോദ്യങ്ങളിൽ ചെറിയ ഡൗട്ടുണ്ട്. PSC കൊടുത്തിട്ടുള്ള ആൻസർ കീയിൽ ചെറിയ ഡൗട്ടുണ്ട്. നമുക്കതും ഇവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു പോകാം. പിന്നെ പൊതുവേ നമ്മുടെ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന എക്സാംസിനെ വെച്ച് നോക്കുമ്പം കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നി അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ നടന്ന ഫോറൻസിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും അതൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ചുകൂടെ ടഫായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ് എന്ന് കരുതി സ്കിപ്പ് ചെയ്യുന്ന പല പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്ന ഒരു പ്രവണതയായിരുന്നു നമ്മളിപ്പോൾ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന പല PSC എക്സാംസിലും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് വെച്ചിട്ട് നോക്കുമ്പം നമുക്ക് ഒരു ഡിഗ്രി ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പോലും നല്ല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന FSO കെമിസ്ട്രിയുടെ ഈ ഒരു എക്സാം. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു നമ്മുടെ FSO കെമിസ്ട്രിയുടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഡൗട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ദ CFSE ഓഫ് FeCN6 3-. അപ്പം നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ കോഴ്സിൽ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ് CFSE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് CFSE കാൽക്കുലേഷൻ. നമ്മൾ ലാസ്റ്റിൽ എക്സാമിന് തൊട്ട് മുന്നേ എടുത്ത ലൈവ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CFSE റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും, അത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, FeCN6 3- സ്പീഷീസിൻ്റെ CFSE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരുന്നു ചോദ്യം. അപ്പം ഫസ്റ്റ് CN ആണ് ഇവിടെ ലിഗാൻഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് അല്ലേ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും, ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ Fe3+ ആണ്, അതായത് D5 സ്പീഷീസ് ആണ്. അപ്പോൾ ലോ സ്പിൻ ആയതുകൊണ്ട് തന്നെ 5 ഇലക്ട്രോൺസും T2g ഓർബിറ്റലിൽ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CFSE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, -0.4 × 5 ഡെൽറ്റ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -2.0 ഡെൽറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ C, -2.0 ഡെൽറ്റ O എന്നുള്ളതായിരുന്നു ആദ്യത്തതിൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയുടെയൊക്കെ ബേസിക്സ് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന ബേസിക്സിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പം നമ്മുടെ CFSE റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നവർക്ക് വളരെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ബോണ്ടിങ് പ്രസന്റ് ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഇൻ ഫോസ്ഫോനൈട്രലിക് കോമ്പൗണ്ട്. അപ്പോൾ ഫോസ്ഫോനൈട്രലിക് കോമ്പൗണ്ട്സിൽ ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെയും ഇടയിൽ പ്രസന്റ് ആയിട്ടുള്ള ബോണ്ട് ഏത് ടൈപ്പ് ആണോ എന്നായിരുന്നു ചോദ്യം. P-Pi ബോണ്ടിങ് ആണോ, P-Pi ബോണ്ടിങ് ആണോ, കോവാലൻ ബോണ്ടിങ് ആണോ, കോർഡിനേറ്റ് ബോണ്ടിങ് ആണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇവിടെ ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെയും ഇടയിൽ കോർഡിനേറ്റ് ബോണ്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക, വിച്ച് among the following complex ion exhibit the lowest CO stretching band in IR spectrum. അപ്പോൾ ഇവിടെ 4 സ്പീഷീസ് തന്നിട്ടുണ്ട്, VCO6-, MnCO6+, FeCO6 2+, TiCO6 2-. അപ്പോൾ ഈ 4 സ്പീഷീസ് കമ്പയർ ചെയ്തിട്ട് ഇതിൽ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞിട്ടുള്ള സ്പീഷീസ് ഏതാണ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ PSC തന്നിട്ടുള്ള ആൻസർ കീ പ്രകാരം അവർ കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ B ആണ്. പക്ഷേ ഓപ്ഷൻ D ആൻസർ ആയിട്ട് വരാനായിട്ടാണ് സാധ്യത കൂടുതലും കേട്ടോ. അതിൽ നമുക്ക് വന്നിട്ടുള്ള കീയിൽ നമുക്ക് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, വരാനായിട്ടുള്ള റീസൺ, carbonyl has a tendency to form back bonding with the central metal atom and the extent of back bonding depends upon the charge of the central metal atom. അപ്പോൾ ഇവിടെ കാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ബാക്ക് ബോണ്ടിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബാക്ക് ബോണ്ടിങ്ങിനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ
ഈ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ എക്സ്റ്റെൻറ്റിനെയും കൂടെ നമ്മുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ബാക്ക് ബോണ്ടിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്ട്ലി ചാർജ് ഓഫ് ദി സെൻട്രൽ മെറ്റൽ അയോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദി ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർ ദ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഓൺ ദി സെൻട്രൽ ആറ്റം ഈസ് ഹയർ, ദ ഡിഗ്രി ഓഫ് ബാക്ക് ബോണ്ടിങ് വിൽ ബി ഹയർ. അപ്പം ഒരു മെറ്റൽ ആറ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ബാക്ക് ബോണ്ടിങ്ങിനുള്ള ടെൻഡൻസി കൂടും. As the strength of back bonding increases, the MC bond strength increases. This means that MC bond length decreases and stretching frequency increases. അപ്പം ഈ ബാക്ക് ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ MC ബോണ്ട് സ്ട്രെങ്ത് കൂടും. ഓക്കെ, MC ബോണ്ട് സ്ട്രെങ്ത് കൂടുമ്പോൾ MC ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, MC ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. ആരുടെ? MC ബോണ്ടിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്ന CO ബോണ്ട്സിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ്. അത് നോക്കിക്കേ, ആസ് എ റിസൾട്ട് ഓഫ് ദി CO ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. അപ്പം MC ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് CO ബോണ്ട് സ്ട്രെങ്ത്തിന് എന്ത് സംഭവിക്കും? CO ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ CO ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുക മീൻസ് സിയോയുടെ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും? സിയോയുടെ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ആൻഡ് സിയോയുടെ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സിയോയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. എപ്പോഴാണ്? നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി കൂടുന്ന സമയത്താണ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് CO ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷൻസിൽ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി എവിടെയാണ് കൂടുതലായിട്ടുള്ളത്? ഈ TiCO6 2- എന്ന് പറഞ്ഞ സ്പീഷീസിലാണ് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോ അവിടെയായിരിക്കും ബാക്ക് ബോണ്ടിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് വന്ന് ആ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞു വരുന്നത്. അപ്പം നമ്മുടെ ഒരു കൺസെപ്ച്വലി നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ബി ആണ് നമ്മുടെ ആൻസർ കീയിൽ ഇപ്പോൾ പ്രൊഫഷണൽ കീയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫൈനൽ കീ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് ഇൻ ദി മോസ്ബാർ സ്പെക്ട്രം ഓഫ് ഫെറിസൈനൈഡ് ആൻഡ് ഫെറോസൈനൈഡ് അയോൺസ്. അപ്പം 2 സ്പീഷീസുകൾ ഫെറിസൈനൈഡ് അയോൺസും തന്നിട്ടുണ്ട്, ഫെറോസൈനൈഡ് അയോൺസും തന്നിട്ടുണ്ട്. 2 പേരുടെ കേസിലും ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനായിരുന്നു ചോദ്യം. അപ്പം നോക്കിക്കേ, നമുക്കറിയാം ഇപ്പോൾ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് യൂഷ്വലി ഇപ്പോൾ ഒരു സ്പീഷീസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ 2 ടൈപ്പ് ഓഫ് സിമിട്രീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? അവിടെ ഒന്നെങ്കിൽ ഒരു ഇലക്ട്രോണിക് അസിമിട്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലിഗാൻഡ് അസിമിട്രി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? യൂഷ്വലി ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫെറോസൈനൈഡും ഫെറിസൈനൈഡും എടുക്കുന്ന സമയത്ത് ലിഗാൻഡ്സ് സെയിം ആണ്, അപ്പോൾ ലിഗാൻഡ് അസിമിട്രി ഇല്ല. പിന്നെ ഏതിൻ്റെ അസിമിട്രി ഉണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് അസിമിട്രി. അതായത് T2G EG ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ എവിടെയാണോ ഒരു അസിമിട്രി ഉള്ളത് അവിടെ മാത്രമേ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കത്തുള്ളൂ. അപ്പം നമ്മളിവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടിയിരുന്നത്? ഫെറിസൈനൈഡിലും ഫെറോസൈനൈഡിലും എവിടെയാണ് ഇലക്ട്രോണിക് അൺസിമിട്രി ഉള്ളത് അവിടെയായിരിക്കും ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫെറിസൈനൈഡ് എന്ന് പറയുമ്പോൾ അയണിൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഫെറിസൈനൈഡ് എന്ന് പറയുമ്പോൾ അയണിൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ആൻഡ് ഫെറോസൈനൈഡ് എന്ന് പറയുമ്പോൾ അയണിൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മുടെ CN ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും, ഹൈ സ്പിൻ കോംപ്ലക്സുകളായിരിക്കുമോ? ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും അല്ലേ? അപ്പം ഇവിടെ 5 ഇലക്ട്രോൺസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും, ഇവിടെ 6 ഇലക്ട്രോൺസിനെ T2Gയിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ T2Gയിൽ സിമിട്രിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ അൺസിമിട്രിക്കൽ ഉണ്ടോ? അൺസിമിട്രി ഉണ്ടോ? അല്ലെങ്കിൽ ഇലക്ട്രോണിക് അസിമിട്രി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ Fe3+ന്റെ കേസിലോ T2Gയിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ? അതായത് ഒരു ഇലക്ട്രോണിക് അൺസിമിട്രിക്കൽ അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് അസിമിട്രി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫെറിസൈനൈഡിന്റെ കേസിൽ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് കാണിക്കും ഡ്യൂ ടു ദി ഇലക്ട്രോണിക് അസിമിട്രി. ബട്ട് ഇൻ ഫെറോസൈനൈഡ് ദ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് ഈസ് നോട്ട് ഒബ്സർവ് ഡ്യൂ ടു ദ സിമിട്രിക്കൽ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഫെറിസൈനൈഡ് അയോൺ എക്സിബിറ്റ് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് വേറസ് ഫെറോസൈനൈഡ് ഡു നോട്ട്. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് അസിമിട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹാർഡ് ആസിഡ്? തന്നിട്ടുള്ളതിൽ ഹാർഡ് ആസിഡിനെ തിരിച്ചറിയാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. K+ ആണോ, Cu+ ആണോ, Ag+ ആണോ, Au+ ആണോ? ഇതൊക്കെ ആസിഡ് ബേസ് കെമിസ്ട്രിയുടെ ചാപ്റ്റർ എടുത്ത സമയത്ത് നമ്മൾ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാർഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവേ ചെറിയ സൈസും കൂടുതൽ പോസിറ്റീവ് ചാർജും ഉള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ഹാർഡ് ആസിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഇവരൊക്കെ പൊതുവേ ഹാർഡ് ആസിഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നതായിട്ട് നമ്മൾ
പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ CU+, AG+, AU+ ഒക്കെ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സോഫ്റ്റ് ആസിഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ? കാരണം അവരുടെ സൈസ് അത്യാവശ്യം വലിയ സൈസാണ്, പക്ഷേ ചാർജ് +1 ഉള്ളൂ, ചെറിയ ചാർജേ ഉള്ളൂ, പക്ഷേ സൈസ് വലുതാണ്. സോ CU+, AG+, AU+ ഒക്കെ എന്താണ്? സോഫ്റ്റ് ആസിഡ്സിൻ്റെ കാറ്റഗറിയിലേ വരുള്ളൂ. പക്ഷേ K+, ചെറിയ സൈസും +1 ചാർജും ഉണ്ട്. അതായത് നമ്മുടെ ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒക്കെ കൂടുതലും ഹാർഡ് ആസിഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഇവിടെ ഹാർഡ് ആസിഡ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ K+ ആണ് ഹാർഡ് ആസിഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്ന ടേബിളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് K+ എല്ലാം ഹാർഡ് ആസിഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്, എന്നാൽ CU+, AG+, AU+ ഒക്കെ സോഫ്റ്റ് ആസിഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഈസ് മാക്സിമം ഫോർ. ബോണ്ട് ഡിസോസിയേഷൻ എനർജി മാക്സിമം ഏത് ഹാലജൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. F2 ആണോ, Cl2 ആണോ, Br2 ആണോ, I2 ആണോ? ഇത് കൂടുതൽ പേരും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ യൂഷ്വലി അറിയാം, ഇപ്പോൾ ചെറിയ സൈസ് ആകുമ്പോഴത്തേന് ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അവരെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അവരുടെ കേസിലായിരിക്കും ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കൂടുതൽ പേരും ഫ്ലൂറിൻ ആൻസർ ചെയ്യാനായിട്ടാണ് സാധ്യതയുള്ളത്. പക്ഷേ ഫ്ലൂറിൻ്റെ കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്ലൂറിൻ്റെ സൈസ് തീരെ ചെറുതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിപ്പൾഷൻ്റെ ചാൻസ് ഫ്ലൂറിൻ്റെ കേസിൽ വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു ഫ്ലൂറിൻ നമ്മുടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറച്ചും കൂടെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ക്ലോറിൻ്റെ കേസിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പ്രാവശ്യം നമ്മൾ പീരിയോഡിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സെപ്ഷൻസ് എവിടെയുണ്ടോ ആ എക്സെപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും PSC കൂടുതലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. നമ്മളിപ്പോൾ യൂഷ്വലി ലോജിക്കലി തിങ്ക് ചെയ്ത് കൂടുതൽ പേര് ഫ്ലൂറിനെ എഴുതും. പക്ഷേ എക്സെപ്ഷണൽ കേസാണ്. ഫ്ലൂറിൻ്റെ കേസിൽ ഇലക്ട്രോൺ റിപ്പൾഷൻ വരുന്നുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഫ്ലൂറിനെക്കാട്ടിൽ കുറച്ചും കൂടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആർക്കാണ്? ക്ലോറിനാണ് കേട്ടോ. സോ ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ക്ലോറിനാണ്. നമ്മുടെ ഓർഡർ ഇങ്ങനെയാണ്: ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ക്ലോറിനാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ ഫോർ Sc2+ ആൻഡ് Na2+ അയോൺസ് ആർ റെസ്പെക്റ്റീവ്ലി. നമ്മൾ ലാസ്റ്റിലത്തെ ലൈവ് സെഷനിൽ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വരും. നമുക്ക് ഈ ഒരു എക്സാമിൽ 2 ചോദ്യമാണ് ടേം സിമ്പിൾ റിലേറ്റഡ് ആയിട്ട് വന്നത്. സാധാരണ ഒറ്റ ചോദ്യമൊക്കെ വരുള്ളായിരുന്നു. പക്ഷേ ഇതിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ചോദ്യം നമ്മുടെ ടേം സിമ്പിൾ കണ്ടുപിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ടേം സിമ്പിളിൻ്റെ ബേസിക് ഫോർമാറ്റ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ട് 2 മാർക്ക് ഈ ഒരു ടേം സിമ്പിളിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു, ഈസി ആയിട്ടുള്ള 2 ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് Sc2+ൻ്റെ, സ്കാൻഡിയം 2+ൻ്റെയും നിക്കൽ 2+ൻ്റെയും ടേം സിമ്പിൾ കണ്ടെത്താനായിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സ്കാൻഡിയം 2+ ആകുമ്പോൾ D1 കോൺഫിഗറേഷൻ ആണ് അല്ലേ? അപ്പോൾ D1 കോൺഫിഗറേഷൻ ആകുമ്പോൾ ഡി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 2s+1 എന്ന് പറയുന്നത് 2 × 12 + 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ദെൻ L വാല്യൂ എത്രയാണ് വരിക? 0, 1, 2, -1, -2, 2 വരും അല്ലേ? അപ്പോൾ L = 2 വരുമ്പോൾ sp d ഓർബിറ്റലാണ്. സോ നമ്മുടെ ടേം സിമ്പിൾ എന്ത് വന്നു? 2d എന്ന് വന്നു. ഓക്കെ, അപ്പോൾ 2d ആണ് സ്കാൻഡിയം 2+ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത്. ദെൻ നിക്കൽ 2+ ആകുമ്പോൾ D8 ആണ് കോൺഫിഗറേഷൻ വരുന്നത് അല്ലേ? 8 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1, 2, 3, 4, 5, 6, 7, 8. അപ്പം ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് ½ + ½ 1. അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി 2 × 1 + 1 = 3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ 3. ഇനി L വാല്യൂ എത്രയാണ് വന്നേക്കുന്നത്? 0, 1, 2, -1, -2, 2 + 1 3 എന്ന് വന്നു. 3 റെപ്രസെൻറ്റ് F. അപ്പം ടേം സിമ്പിൾ എന്ത് കിട്ടി? 3F എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2D ആൻഡ് 3F എന്ന് വരുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്ക് വളരെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. When NO+ ion is reduced to neutral NO molecule, what happened to the bond order and NO stretching frequency? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ബേസിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. NO+നെ നമ്മൾ ന്യൂട്രൽ NO ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോണ്ട് ഓർഡറിലും അതുപോലെ NO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയിലും എന്ത് വ്യത്യാസം വരുന്നു എന്നാണ് ചോദിച്ചത്. ആദ്യം എന്ത് വേണം? നമ്മൾ NO+ൻ്റെയും NOയുടെയും കേസിൽ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. അപ്പോൾ NO+ൻ്റെ കേസിൽ ആദ്യം NOയുടെ കേസിൽ നോക്കാം. NOയുടെ കേസിൽ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് എത്രയാണ്? നൈട്രജനിൽ 7, ഓക്സിജനിൽ 8. അപ്പോൾ 7, 8
15 ഇലക്ട്രോൺസ്. അപ്പോൾ 15 ഇലക്ട്രോൺസിനെ നമ്മൾ ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലായിട്ട് ഫില്ല് ചെയ്തു. ദെൻ അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ എത്ര കിട്ടി? 2, 4, 6, 8, 10. 10 എണ്ണമാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലുള്ളത്. ആൻഡ് 2, 4, 5 ഇലക്ട്രോൺസ് ആണ് ആൻറ്റി ബോണ്ടിങ്ങിലുള്ളത്. അപ്പോൾ 10 - 5/2 = 2.5 എന്ന് കിട്ടി. ഓക്കെ. NO പ്ലസ് ആകുമ്പോഴോ NOയിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതായത് 15 നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് 14 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? അപ്പോൾ 14 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തപ്പോൾ ബോണ്ടിങ്ങിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ്ങിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? അപ്പോൾ 10 - 4 / 2 = 3. അപ്പോൾ നോക്കിക്കേ, ആരുടെ ബോണ്ട് ഓർഡറാണ് കൂടുതൽ കിട്ടിയേക്കുന്നത്? NO പ്ലസിൻ്റെ ബോണ്ട് ഓർഡർ ആണ് 3 കിട്ടിയിട്ടുള്ളത്. NOയുടെ ബോണ്ട് ഓർഡർ 2.5 കുറഞ്ഞേക്കാണ് അല്ലേ? അപ്പോൾ NO പ്ലസിനെ റെഡ്യൂസ് ചെയ്ത് NO ആക്കുന്ന സമയത്ത് അവരുടെ ബോണ്ട് ഓർഡറിന് എന്ത് സംഭവിക്കുകയാണ്? ബോണ്ട് ഓർഡർ NO പ്ലസിൽ നിന്ന് NOയിൽ വരുമ്പോഴത്തേന് ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്തു. ഇനി ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യുന്നതിനോടൊപ്പം അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കുകയാണ്? നോക്കിക്കേ, നമുക്കറിയാം ബോണ്ട് ഓർഡർ കുറയുമ്പം ബോണ്ട് ലെങ്ത് എന്ത് സംഭവിക്കും? ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡർ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. സോ ബോണ്ട് ഓർഡർ കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യും? സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോണ്ട് ലെങ്ത്തും സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അല്ലേ? അപ്പോൾ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ ബോണ്ട് ഓർഡർ കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോണ്ട് ലെങ്ത്തും സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും. സോ ഇൻ എഫക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ NO പ്ലസ് റെഡ്യൂസ്ഡ് ടു NO ആവുന്ന സമയത്ത് അവരുടെ ബോണ്ട് ഓർഡറും ഡിക്രീസ് ചെയ്യുകയാണ്, അതുപോലെ അവരുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും ഡിക്രീസ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ D ആണ്. ബോണ്ട് ഓർഡർ ആൻഡ് NO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസസ്. കേട്ടോ, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഡാഷ് ബിലോങ് ടു ദി ക്ലാസ് ഓഫ് ദി 3-dimensional അലൂമിനോ സിലിക്കേറ്റ്സ്. ഫെൽസ്പാർ ആണോ, കാവ്ലിനൈറ്റ് ആണോ, പൈറോഫിലൈറ്റ് ആണോ, ടാൽക്ക് ആണോ? ഇതിൽ ഏതാണ് നമ്മുടെ 3-dimensional അലൂമിനോ സിലിക്കേറ്റ്സിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഇതും നമ്മൾ ലാസ്റ്റിൽ ലൈവ് ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിക്കേറ്റ്സ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നടക്കുന്ന എക്സാംസിലൊക്കെ ഇപ്പോൾ സിലിക്കേറ്റ്സ് ഏത് കാറ്റഗറി ആണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് സിലിക്കേറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സിലിക്കേറ്റ്, ഇപ്പം ഷീറ്റ് സിലിക്കേറ്റ്സ് ആണോ പൈറോസിലിക്കേറ്റ്സ് ആണോ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം 3D സിലിക്കേറ്റ്സിൻ്റെ എക്സാമ്പിൾ ഏത്, ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എക്സാമ്പിൾസ് കൃത്യമായിട്ടും നോക്കി വെച്ചിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ 3-dimensional അലൂമിനോ സിലിക്കേറ്റ്സിൻ്റെ എക്സാമ്പിൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഫെൽസ്പാർ ആയിരുന്നു നമ്മുടെ 3-dimensional അലൂമിനോ സിലിക്കേറ്റ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ ഷീറ്റ് സിലിക്കേറ്റ്സ് പൈറോസിലിക്കേറ്റ്സ് കാറ്റഗറിയിലൊക്കെ വരുന്നതായിരുന്നു കേട്ടോ. ഫെൽസ്പാർ ആണ് നമ്മുടെ 3D സിലിക്കേറ്റ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ദ ട്രേസ് എമൗണ്ട് ഓഫ് ഡാഷ് ഈസ് നെസസറി ഇൻ ഡയറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദ കറക്റ്റ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് എലമെൻറ്റിൻ്റെ എമൗണ്ട് ആണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ ബ്ലഡിൽ ആവശ്യമാണ് എന്ന് പറയുന്നത്? മോളിബ്ഡിൻ ആണോ, ടങ്സ്റ്റൺ ആണോ, ക്രോമിയം ആണോ, വെനേഡിയം ആണോ എന്നായിരുന്നു ചോദ്യം. ഏതായിരുന്നു? ക്രോമിയം ആണ് നമ്മുടെ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ട്രേസ് എമൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടിരിക്കേണ്ട എലമെൻറ്റ് കേട്ടോ. ക്രോമിയം ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ PSC എക്സാംസിനും അതുപോലെ തന്നെ നെറ്റ് പോലെയുള്ള എക്സാംസിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. നെറ്റിൻ്റെ എക്സാംസിനൊക്കെ 2-3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നേ നടന്നിട്ടുള്ള ഏതോ PSC എക്സാംസിനും ഈ ചോദ്യം തന്നെ നമ്മുടെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിൻ്റെ കണ്ടീഷൻ സെലക്ഷൻ റൂള് എഴുതാനായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായിരുന്നു? നമ്മുടെ സെലക്ഷൻ റൂൾ വിച്ച് ഗവേൺ ദ ഹൈപ്പർഫൈൻ ട്രാൻസിഷൻ ഇൻ ESR സ്പെക്ട്രോസ്കോപ്പി. നമ്മുടെ ESR സ്പെക്ട്രോസ്കോപ്പിയിൽ ഹൈപ്പർഫൈൻ ട്രാൻസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെലക്ഷൻ റൂള് ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഏതാണ്? നമ്മുടെ ഡെൽറ്റ MS = +or-1 ആൻഡ് ഡെൽറ്റ MI = 0 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കുറേ തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കുറേ വർക്കൗട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരുവിധം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ആൻസറും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. The B11 NMR spectrum of BH4- ion consists of B11 and H1 are 3/2 and 1/2. Nuclear spins of B11 and H1 are
3/2 ആൻഡ് 1/2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ NMR സ്പെക്ട്രം ഏത് രീതിയിലാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് BH4 മൈനസ് സ്പീഷ്യസിൻ്റെ. അതുപോലെ തന്നെ ഐയുടെ വാല്യൂ എല്ലാം ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ന്യൂക്ലിയർ സ്പിൻ്റെ വാല്യൂ. നമ്മളൊന്നും പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാം NMR സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ B11 NMR സ്പെക്ട്രോസ്കോപ്പിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോറോണിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബോറോൺ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആദ്യ കാരണമാണ് ഹൈഡ്രജൻ കാരണമാണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 4 ഹൈഡ്രജൻ. അപ്പം 4 ഹൈഡ്രജൻ കാരണമാണ് ആ ബോറോണിൻ്റെ സ്പ്ലിറ്റിംഗ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം 2Ni+1 ചെയ്താൽ സ്പ്ലിറ്റിംഗ് പാറ്റേൺ നമുക്ക് കിട്ടും. 2 ഇൻറ്റു എത്ര ഹൈഡ്രജൻ ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? 4 പേര് ഇൻറ്റു ഹൈഡ്രജൻ്റെ ഐയുടെ വാല്യൂ എത്രയാണ്? അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/2. ഓക്കെ, +1 എന്ത് വന്നു? 4 ഇൻറ്റു 1 4 +1 = 5. 5 മീൻസ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്വിൻറ്ററ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്വിൻറ്ററ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അവരുടെ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ഈക്വൽ ഇൻറ്റൻസിറ്റി ആണോ 1:4:6:4:1 ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് മതി? പാസ്കൽസ് ട്രയാങ്കിൾ. പാസ്കൽസ് ട്രയാങ്കിളൊക്കെ എന്തായാലും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരിക? ഐയുടെ വാല്യൂ 1 വരുന്ന കേസിൽ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ട് സ്പ്ലിറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണ് വരിക? 2 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 1:1, 3 1:2:1, 4 1:3:3:1 ആൻഡ് 5 1:4:6:4:1 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 5 സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ എന്താണ്? 1:4:6:4:1 എന്ന് പറയുന്നതാണ് റേഷ്യോ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ പോയിന്റ് ഗ്രൂപ്പ് ടു വിച്ച് ദ ഫെറോസിൻ ഇൻ ഇറ്റ്സ് സ്റ്റാഗേർഡ് ഫോം ബിലോങ്സ് ടു. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് തിയറിയിൽ നിന്നും നമുക്ക് വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പോയിന്റ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പോയിന്റ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷനെയും 2 ചോദ്യങ്ങൾ വന്നു. രണ്ടും സെയിം പാറ്റേണിലുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫെറോസിൻ, സ്റ്റാഗേർഡ് ഫെറോസിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ചോദ്യമാണ് വന്നത്. പിന്നെ ഒരു ചോദ്യത്തിൽ അലീൻ്റെയും സ്റ്റാഗേർഡ് ഈത്തൈൻ്റെയും കൂടെ ഒരു പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി എക്സാംസിന് ചോദിക്കുന്ന കുറേ കോമ്പൗണ്ട്സിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് നിങ്ങളങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇപ്പം 3 ഡയമെൻഷനലി അതിനെ ഇമാജിൻ ചെയ്ത് അവരുടെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് കോമ്പൗണ്ട്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ആളുകളുടെ പോയിന്റ് ഗ്രൂപ്പ് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് ഗ്രൂപ്പ് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതലും ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് സ്റ്റാഗേർഡ് ഫെറോസിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എക്ലിപ്സ്ഡിൻ്റെയും സ്റ്റാഗേർഡിൻ്റെയൊക്കെ. അപ്പോൾ സ്റ്റാഗേർഡ് ഫെറോസിൻ്റെ കേസിൽ D5D ആണ് അവരുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഇനിയിപ്പോൾ എക്ലിപ്സ്ഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ D5H ആണ് അവരുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് കേട്ടോ. സ്റ്റാഗേർഡിൻ്റെ കേസിൽ D5Dയും ആൻഡ് എക്ലിപ്സ്ഡിൻ്റെ കേസിൽ D5H ആണ് പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. സോ ഇവിടെ നമ്മുടെ അടുത്ത് സ്റ്റാഗേർഡ് ആയിരുന്നു ചോദിച്ചിരുന്നത്. സോ D5D പോയിന്റ് ഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻ Re2Cl8 2- the bond is formed by the sidewise overlap of. അപ്പം ഒരു റീനിയത്തിൻ്റെ സ്പീഷീസ് ആണ് തന്നിട്ടുള്ളത് Re2Cl8 2-. അപ്പോൾ ഈ റീനിയത്തിൻ്റെ സ്പീഷീസിൽ ഇവരുടെ ബോണ്ട് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽസ് ഏതാണ് എന്നായിരുന്നു ചോദ്യം. DXZ ഓർബിറ്റൽസ് ഓഫ് റീനിയം ആറ്റം ആണോ, DYZ ഓർബിറ്റൽസ് ഓഫ് റീനിയം ആറ്റം ആണോ, DXY ഓർബിറ്റൽസ് ഓഫ് റീനിയം ആറ്റം ആണോ, DZ² ഓർബിറ്റൽസ് ഓഫ് റീനിയം ആറ്റം ആണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ റീനിയത്തിൻ്റെ കേസിലുള്ള പ്രത്യേകത വെച്ചാൽ നമ്മുടെ യൂഷ്വലി പോലെ സിഗ്മ പൈ ഓർബിറ്റൽസ് മാത്രമല്ല ഡെൽറ്റ ഓർബിറ്റൽസും കൂടെ ഫോം ചെയ്യിക്കാൻ ഏബിൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് റീനിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബോണ്ട്സും കൂടെ ഫോം ചെയ്യിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? റീനിയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഡെൽറ്റ ബോണ്ട് ഫോർമേഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് DXY ഓർബിറ്റൽസ് ആണ് യൂഷ്വലി കേട്ടോ. അപ്പോൾ ഇവിടെ റീനിയം സ്പീഷീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റീനിയം സ്പീഷീസ് ഡെൽറ്റ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് DXY ഓർബിറ്റൽസ് ആണ് സാധാരണ ഡെൽറ്റ ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. DXY ഓർബിറ്റൽസ് ഓഫ് റീനിയം ആറ്റം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് എക്സാംസിന് ആവശ്യമായിട്ട് വന്നേക്കാം. ഡെൽറ്റ ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് റീനിയാറ്റാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് അയോൺസ് ഗീവ് കളർലെസ് സോൾട്ട്.
അപ്പോൾ ഇവിടെ 4 ലാന്തനൈഡ് സ്പീഷീസുകൾ തന്നിട്ടുണ്ടായിരുന്നു. സീറിയം 3+, സീറിയം 4+, സെമീറിയം 3+, ആൻഡ് സെമീറിയം 2+. അപ്പോൾ ഇതിൽ കളർലെസ് ആയിട്ടുള്ള സോൾട്ട് ഫോം ചെയ്യിക്കുന്നത് ആരാണ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. കളർലെസ് ആയിട്ടുള്ള സോൾട്ട് ഫോം ചെയ്യിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി കളർ ഓഫ് ദി ലാന്തനൈഡ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ സ്പീഷീസിൻ്റെ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് കളർലെസ് ആയിട്ടുള്ള സ്പീഷീസുകൾ ആരൊക്കെയാണ്? ലന്താനം 3+ കളർലെസ് ആണ്, സീറിയം 3+ കളർലെസ് ആണ്, പിന്നെ ഗഡോലിനിയം 3+ കളർലെസ് ആണ്, ലുട്ടീഷ്യം 3+ കളർലെസ് ആണ്, അതുപോലെ തന്നെ ഇറ്റാബിയം 3+ഉം കളർലെസ് ആയിരുന്നു. ദെൻ ഗഡോലിനിയത്തിൻ്റെ കേസ് പറഞ്ഞതാണ്. ഇത്രയും ആളുകളാണ് യൂഷ്വലി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കളർലെസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ലന്താനം 3+, സീറിയം 3+, ഗഡോലിനിയം 3+, ലുട്ടീഷ്യം 3+, ആൻഡ് ഇറ്റാബിയം 3+. അപ്പം നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീറിയം 3+ മാത്രമേ ഉള്ളൂ ആ കളർലെസ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ കൂട്ടത്തിൽ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സീറിയം 3+ ആണ്. ഓക്കെ.